എല്ലാത്തിനും ഒരു സമയമുണ്ട്. ബൈബിൾ പറയുന്ന ഒരു വാക്യമാണ് അത്. എല്ലാത്തിനും സമയമുണ്ട്. നിത്യജീവിതത്തിൽ പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും നാം അഭിമുഖീകരിക്കുന്നു. ചിലപ്പോൾ നാം വലിയൊരു പ്രശ്നത്തിൽ ഇരിക്കുന്ന സമയത്ത്, നമ്മുടെ പ്രശ്നത്തിൽ ഇരിക്കുമ്പോൾ നമ്മളോട് കയർത്ത് സംസാരിക്കുന്ന വ്യക്തിയോ ഉണ്ടാവാം. ആ സമയങ്ങളിൽ ആ വ്യക്തി സംസാരിച്ചപ്പോൾ നമ്മൾ സംസാരിച്ചാൽ, ഒരുപക്ഷെ നമ്മൾ ആ പ്രശ്നം കുറയ്ക്കാൻ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ നമ്മുടെ എതിരാളികൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ചാൽ പ്രശ്നം ഒന്നും കൂടെ വലിയ ഗുരുതരമായി, അതൊരിക്കലും തീർക്കാൻ പറ്റാത്ത വലിയ പ്രശ്നമായി കൊണ്ടിരിക്കും. അത് തന്നെയാണ് പറയുന്നത്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് സമാധാനപൂർണമായി കുറച്ച് സമയം അല്ലെങ്കിൽ ശാന്തനായി ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദേഷ്യം അടങ്ങുമ്പോൾ സംസാരിക്കുമ്പോൾ, ഒരുപക്ഷെ ആ പ്രശ്നം തീർന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും പല പ്രശ്നങ്ങളിലും എടുത്തുചാട്ടക്കാരാണ്. നമ്മൾ ഈ എടുത്തുചാട്ടം കൊണ്ട് പലപ്പോഴും വലിയ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. അതുതന്നെയാണ് വേദപുസ്തകം പറയുന്നത്. ആകാശത്തിന് കീഴിലുള്ള സംഘടന കാര്യത്തിലും ഒരു കാലമുണ്ട്. നമ്മുടെ മുമ്പിൽ വരുന്ന പല കാര്യത്തിലും ദൈവത്തിന്റെ വഴി തേടിയാൽ ആ കാര്യത്തിന്റെ അവസാനം അതിന്റെ വഴികളെല്ലാം ഇമ്പമുള്ളതും പാതകൾ സമാധാനവും ആകുന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ പ്രസ്താവിക്കുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലം ഉണ്ട്. സഭാപ്രസംഗി അധ്യായം 3 വാക്യം 1. അതിന്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിന്റെ പാതകളെല്ലാം സമാധാനവും ആകുന്നു. സദൃശ്യവാക്യങ്ങൾ അധ്യായം 3 വാക്യം 17. സ്നേഹത്തോടെ, പ്രിജു ജോൺ.